നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്ന റീഡിംഗ് ഈ ഒരു റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നെഗറ്റീവ് എനർജി ഉണ്ട് എന്ന് തോന്നുന്നവർ മാത്രം ഈ ഒരു വീഡിയോ കണ്ടാൽ മതി. ഇപ്പം നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് നെഗറ്റീവ് എനർജി ഉണ്ടെന്നൊന്നും തോന്നുന്നില്ല എങ്കിൽ ഈ ഒരു വീഡിയോ കാണരുത്. കാരണം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുകയാണ്. നെഗറ്റീവ് എനർജി ഉണ്ട് എന്ന് തോന്നുന്നവർ മാത്രം ഈ ഒരു വീഡിയോ കാണുക. കാരണം ഇതൊരു ബ്ലാക്ക് മാജിക്, നെഗറ്റീവ് എനർജി, ഇവിൽ ഐ, ഇതൊക്കെ ഈ ഒരു റീഡിങ്ങിൽ അറിയാൻ സാധിക്കും. നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു നെഗറ്റീവ് എനർജി വന്നത്, ആരിൽ നിന്നാണ് വന്നത്, റിലേറ്റീവ്സിൽ നിന്നാണോ അതോ നിങ്ങൾക്കറിയാവുന്ന വ്യക്തികളിൽ നിന്നാണോ അതോ നിങ്ങൾക്കറിയാത്ത ആരെങ്കിലും നിന്നാണോ വന്നത് എന്നൊക്കെ ഈ ഒരു റീഡിങ്ങിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഇപ്പോഴത്തെ ഈ ഒരു നെഗറ്റീവ് എനർജി ബാധിച്ച് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയും ഈ ഒരു റീഡിങ്ങിൽ അറിയാൻ സാധിക്കും. നിങ്ങൾക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവാം അപ്പോൾ ആ പ്രശ്നങ്ങളെല്ലാം നിങ്ങൾക്ക് നെഗറ്റീവ് എനർജി കാരണമാണോ വന്നത്, നിങ്ങൾക്കിപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെല്ലാം പറയും. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ആ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വന്നത് നെഗറ്റീവ് എനർജി കൊണ്ടിട്ടാണോ അതോ സാധാരണ വന്നിട്ടുള്ളതാണോ എന്നൊക്കെ. ഇതിപ്പോൾ ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ ഒരുപാട് പേരുടെ എനർജീസ് ഉണ്ട്. നിങ്ങളുടെ പേഴ്സണൽ റീഡിങ്, അതായത് നിങ്ങളുടെ വ്യക്തിപരമായുള്ള കാര്യങ്ങൾ അറിയണം. അതായത് നെഗറ്റീവ് എനർജി, നിങ്ങളിൽ ബാധിച്ചിരിക്കുന്ന നെഗറ്റീവ് എനർജി, അത് എവിടെ നിന്ന് വന്നു, എങ്ങനെ വന്നു, എത്ര നാളായി വന്നത്, ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ പേഴ്സണൽ റീഡിംഗ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ക്ലിയർ പിക്ചർ നിങ്ങൾക്ക് ലഭിക്കും. ആ ഒരു നെഗറ്റീവ് എനർജി നിങ്ങൾക്ക് എപ്പോഴാണ് മാറുന്നത്, എന്ത് ചെയ്താൽ നിങ്ങളുടെ ആ ഒരു നെഗറ്റീവ് എനർജി മാറും, ഇതൊക്കെ റീഡിങ്ങിലൂടെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും വ്യക്തമായിട്ട്. നമുക്കിനി റീഡിങ്ങിലേക്ക് കടക്കാം. ഓം നമഃ ശിവായ. വന്നിരിക്കുന്ന കാർഡ്സ് നോക്കാം. ആദ്യം വന്നിരിക്കുന്ന കാർഡ് 9 ഓഫ് വാൻഡ്സ്, ദ ഹാങ്ഡ് മാൻ, 8 ഓഫ് കപ്സ്, 7 ഓഫ് വാൻഡ്സ്, നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്, 6 ഓഫ് കപ്സ്, 8 ഓഫ് സോർഡ്സ്, ദ മൂൺ കാർഡ്, ഹൈ priestess, 7 of pentacles, 4 of wands, 6 of pentacles, 10 of wands, 2 of pentacles, 5 of cups, the lovers card, knight of cups, 7 of wands. നമുക്ക് നോക്കാം നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ. നിങ്ങൾ ശരിക്കും സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല, നിങ്ങളെ കെട്ടിയിട്ടിരിക്കുകയാണ്. ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല, ഒന്നും നിങ്ങളുടെ കയ്യിലല്ല. നിങ്ങളുടെ ഇപ്പോഴത്തെ തോന്നലെന്ന് പറയുന്നത് എല്ലാം നിങ്ങളിൽ നിന്നും വിട്ടുപോയി, നിങ്ങൾക്കിനി എന്ത് ചെയ്യാൻ സാധിക്കും, നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല എന്നാണ് നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്നത്. കാരണം നിങ്ങളുടെ ചുറ്റിനും നടക്കുന്ന കാര്യങ്ങൾ നിങ്ങളെ സ്റ്റക്കായിട്ട് വെച്ചിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. നിങ്ങളെല്ലാത്തിൽ നിന്നും പിന്മാറി പോകുന്നു. നിങ്ങളെ സ്നേഹിച്ച വ്യക്തികളല്ല ഇപ്പോൾ നിങ്ങളുടെ ദേഷ്യഭാവത്തിലാണ്. നിങ്ങൾ ആരുടെ അടുത്തൊക്കെയാണോ സ്നേഹം കാണിച്ചത്, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളാവാം, നിങ്ങളുടെ അടുത്ത് നേരത്തെ അടുപ്പമുണ്ടായിരുന്ന വ്യക്തികളെല്ലാം നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഒരു ഡിസ്റ്റൻസിലായിട്ടാണ് പെരുമാറുന്നത്. നിങ്ങളുടെ അവസ്ഥ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ തൊടുന്നതും പിടിക്കുന്നതും എല്ലാം ദേഷ്യമാണ്. എല്ലാവരുടെ അടുത്തും, വീട്ടുകാരുടെ അടുത്ത് എല്ലാം വഴക്കിടുക, വഴക്ക് പറയുക, എല്ലാവരുമായിട്ടും ഒരു വഴക്കിടുന്ന ഒരവസ്ഥ, എല്ലാവരുടെ അടുത്തും ദേഷ്യം, അങ്ങോട്ടും ഇങ്ങോട്ടും തല്ല്, ആ അവസ്ഥയിലാണ് ഇപ്പോൾ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിലാവട്ടെ, ആ ഒരു റിലേഷൻഷിപ്പിലും ഭയങ്കരമായിട്ട് വഴക്കുണ്ടാവുന്നതാണ് കാണുന്നത്. ഇപ്പോൾ നിങ്ങളുടെ കരിയറിൽ ആണെങ്കിൽ പോലും തൊടുന്നതും പിടിക്കുന്നതും എല്ലാം നിങ്ങളുടെ തലയിലാണ് വരുന്നത്. നിങ്ങൾ അറിയാത്ത കാര്യങ്ങൾ പോലും നിങ്ങൾ ചെയ്തതായിട്ടാണ് ആ കുറ്റങ്ങളെല്ലാം നിങ്ങളുടെ തലയിൽ വരുന്നത്. നിങ്ങളിപ്പം വർക്ക് ചെയ്യുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ ആ ഓഫീസിൽ പോലും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ജോലി ചെയ്യാൻ സാധിക്കുന്നില്ല. അവിടെ കംപ്ലീറ്റ് സ്ട്രെസ്സ്. നിങ്ങളുടെ കരിയറിലെ കാര്യം, അതായത് നിങ്ങളുടെ മണി സംബന്ധമായിട്ടുള്ള, ഫിനാൻസ് സംബന്ധമായിട്ടുള്ള കാര്യം നോക്കുകയാണെങ്കിൽ ശരിക്കും സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. ഒരു കരിയറിലൊരു ഗ്രോത്ത് ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ എന്ത് ചെയ്താലും എല്ലാം മിസ്റ്റേക്ക് സംഭവിക്കുകയാണ്. നിങ്ങൾക്ക് ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്ന കുറേ വ്യക്തികൾ നിങ്ങൾക്ക് പാര വയ്ക്കുന്നത്, നിങ്ങൾക്കെതിരെ ആരൊക്കെയോ ചെന്നിട്ട് ഹയർ അതോറിറ്റീസിൻ്റെ അടുത്ത് കംപ്ലയിൻറ്റ് ചെയ്യുന്നു. നിങ്ങളിപ്പോൾ ശരിക്കും ഒരു ജയിലിലിട്ട അവസ്ഥയിലാണ്. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. 4 ചുറ്റിനും ശത്രുക്കൾ എല്ലായിടത്തും. അതായത് നിങ്ങളിപ്പോൾ ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് വെക്കുകയാണെങ്കിൽ അത് ഒരുപാട് ആലോചിക്കണം. ഇപ്പം നിങ്ങൾ ആലോചിച്ച് കണ്ടിട്ടൊരു ഡിസിഷൻ എടുത്ത് ആ
നിങ്ങളൊരു തീരുമാനം എടുത്ത് ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് വയ്ക്കുകയാണെങ്കിൽ തന്നെ അതും തെറ്റായി തന്നെ നിങ്ങൾക്ക്, അതും പ്രശ്നമായിട്ട് തന്നെ നിങ്ങൾക്ക് ഭവിക്കുന്നത്. പണ്ട് നിങ്ങൾക്ക് ആശ്വാസം തന്നിരുന്ന സ്ഥലങ്ങളും ആശ്വാസം തന്നിരുന്ന വ്യക്തികളും ഒന്നും ഇപ്പോൾ നിങ്ങളുടെ അടുത്തില്ല. നിങ്ങൾക്കിപ്പോൾ പണ്ടിപ്പോൾ സന്തോഷം തന്നിരുന്ന സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ദേഷ്യഭാവമാണ്, അവിടെ പോകാൻ താല്പര്യമില്ല. എല്ലാം കൊണ്ടും നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഒരു അസ്വസ്ഥത. ഇപ്പം നിങ്ങളുടെ ലൈഫിൽ പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ വിദേശത്ത് പോകാൻ ഒരു അവസരം വന്ന്, പുതിയൊരു ജോലി വന്ന്, അല്ലെങ്കിൽ പുതിയ പ്രപ്പോസൽസ് വന്ന്, അങ്ങനെ ബിസിനസ് തുടങ്ങാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളൊരു സന്ദർഭത്തിലാണെങ്കിൽ തന്നെയും എല്ലാ കാര്യങ്ങളും നിങ്ങൾ അങ്ങോട്ട് ചെയ്യും. പക്ഷെ അവസാനം വരുമ്പം എല്ലാം നിങ്ങളുടെ കൈവിട്ട് പോകുന്നു. ഒരു കംപ്ലീറ്റ് ചെയ്യാൻ ഒന്നും നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. പകുതി വരെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റക്കായി പോവുകയാണ്. നിങ്ങൾക്ക് മുമ്പോട്ട് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് ബാധിച്ചിരിക്കുന്ന ഒരു ഭയങ്കര രീതിയിലുള്ളൊരു നെഗറ്റീവ് എനർജി കാരണമാണ് ഇത്രയേറെ പ്രശ്നങ്ങൾ. ഇപ്പോൾ ഇത്രയും പറഞ്ഞിരിക്കുന്ന ആ പ്രശ്നങ്ങളെല്ലാം നിങ്ങൾക്കൊരു നെഗറ്റീവ് എനർജി കാരണമാണ് വന്നിരിക്കുന്നത്. ആ ഒരു നെഗറ്റീവ് എനർജി നിങ്ങൾക്ക് വന്നിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവിടെ കുറേ പേർക്ക് ആ നെഗറ്റീവ് എനർജി വന്നിരിക്കുന്നത് ഫുഡിൽ കൂടെ ആയിട്ട് കാണുന്നുണ്ട്. ഫുഡിൽ കൂടെ, അതായത് ഈ ഫുഡ് എന്ന് പറയുന്നത് സോളിഡ് ആയിട്ടുള്ള ഐറ്റംസ് അല്ല, കുടിക്കുന്ന ഐറ്റംസ്. അത് ജ്യൂസ് ആവാം, എന്തെങ്കിലും ഡ്രിങ്ക്സ് ആവാം, വെള്ളമാവാം. കുറേ പേർക്ക് അത് അവരുടെ കരിയറിൽ കൂടാണ് വന്നിട്ടുള്ളത്. അതായത് നിങ്ങളുടെ വർക്ക് ചെയ്യുന്ന സ്ഥലം. ഇവിടെ ഒരു കാര്യം ഉറപ്പിച്ചാണ് യൂണിവേഴ്സ് പറയുന്നത്, നിങ്ങൾക്ക് ഈ ഒരു നെഗറ്റീവ് എനർജി വന്നിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന സ്ഥലത്തിൽ നിന്ന് തന്നെയാണ്. കുറേ പേർക്ക് അവരുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന, അതായത് നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിന്ന്, പിന്നെ കുറേ പേർക്ക് നിങ്ങളുടെ വീട്ടിലുള്ളവരിൽ നിന്നും തന്നെ വന്നിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് കുറേ പേരുടെ എനർജീസ് ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത്, ഓൾറെഡി ഇവിടെ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് കുറേ ആൾക്കാർക്ക് ഇങ്ങനെ ലിക്വിഡ് ഫുഡിൽ കൂടെ വന്നിട്ടുണ്ട് എന്ന നെഗറ്റീവ് എനർജി. കുറേ ആൾക്കാർക്ക് അല്ലാത്ത രീതിയിൽ ഇവർ എവിടെയോ പോയി, അതായത് നിങ്ങളുടെ വീട്ടിലുള്ള വ്യക്തികൾ, റിലേറ്റീവ്സ് എന്ന് തന്നെ പറയാൻ സാധിക്കും. നിങ്ങൾക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും, കുറേ പേർക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാവാം നിങ്ങളുടെ വീട്ടിൽ ആരായിരിക്കും ഇത് നിങ്ങൾക്ക് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. ഇത് നിങ്ങൾക്ക് കുറച്ചുകൂടെ വ്യക്തമാവും ഇപ്പോൾ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ. അവർ ഏതോ ആരാധനാലയങ്ങളിൽ പോയിട്ട്, അത് ആരാധിക്കുന്ന സ്ഥലമാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദുർമന്ത്രവാദം ചെയ്യുന്ന സ്ഥലമാവാം, അവിടെ പോയിട്ട് എന്തോ ഒരു സാധനം നിങ്ങളുടെ പേരും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അത് നിങ്ങൾക്കെതിരെ പ്രയോഗിച്ചിരിക്കുന്നു. അതായത് നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് ഉറങ്ങുന്ന സമയത്താണ് നിങ്ങളെ അത് ബാധിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്തത് നിങ്ങൾ ഉറങ്ങുന്ന ഒരു സമയത്തായിരുന്നു. നിങ്ങൾക്കെതിരെ ബ്ലാക്ക് മാജിക് ചെയ്ത വ്യക്തി, ആ ഒരു വ്യക്തിയുടെ കാര്യം പറയുകയാണെങ്കിൽ പുറമേ ഭയങ്കര ഒരു സോഫ്റ്റ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അവരൊരു പാവമാണ്, അവരൊരു നിരപരാധിയാണ് എന്നൊക്കെ മറ്റുള്ളവരെ ധരിപ്പിക്കുന്ന ഒരു സ്വഭാവം. പക്ഷേ ഇവരുടെ അതായത് എന്താ പറയണ്ടേ, ഇവരുടെ കാര്യങ്ങളൊന്നും ഇവർ പുറത്ത് ആരുടെ അടുത്തും പറയത്തില്ല. പുറത്ത് ആരുടെ അടുത്തെങ്കിലും ഇവർ പറയുവാണെങ്കിൽ തന്നെയും ഇവരെല്ലാം മറച്ചു വെച്ച് കുറേ കള്ളങ്ങളായിരിക്കും പറയുന്നത്. മറ്റുള്ളവരുടെ രഹസ്യങ്ങളെല്ലാം അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ പോയിരുന്നിട്ട് പറയാൻ ഭയങ്കര താല്പര്യമായിരിക്കും. ഇവർ നിങ്ങൾക്കെതിരെ ബ്ലാക്ക് മാജിക് ചെയ്ത്, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് എനർജി നിങ്ങൾക്ക് ഇവർ കാരണം വന്നു. അതിന് റീസൺ എന്ന് പറയുന്നത് കുറേ ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾ ഇവരെ സഹായിച്ചിട്ടുണ്ട്, അത് ഫിനാൻഷ്യലി നിങ്ങൾ അവരെ സഹായിച്ചിട്ടുണ്ട്. നിങ്ങൾ ആ വ്യക്തികളെ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും സെലിബ്രേഷൻസ് നടക്കുമ്പോഴോ, നിങ്ങൾക്ക് എന്തെങ്കിലും സന്തോഷം വരുന്ന സമയത്ത്, ലൈക്ക് പാർട്ടിയുള്ള സമയത്തെല്ലാം ഈ വ്യക്തികൾ നിങ്ങളുടെ ആ സ്ഥലത്ത്, പാർട്ടി നടക്കുന്ന സ്ഥലത്തും വന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. ഒരിക്കൽ നിങ്ങൾ ഈ വ്യക്തികൾക്ക് വേണ്ടിയിട്ട് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. നിങ്ങളുടെ ടൈമും കളഞ്ഞ്, നിങ്ങളുടെ സമയവും കളഞ്ഞ്, നിങ്ങളുടെ സാമ്പത്തികം എല്ലാം കളഞ്ഞിട്ട് ഇവരെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ കുറച്ച് പേരുടെ കാര്യം നോക്കുകയാണെങ്കിൽ, അതും വളരെ കുറച്ച് പേരുടെ കാര്യം നോക്കുകയാണെങ്കിൽ, ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഏറ്റവും അവരെത്രയാണോ സ്നേഹിച്ചത്, ആ സ്നേഹിച്ച വ്യക്തിയിൽ നിന്നും ഇവിടെ ബ്ലാക്ക് മാജിക് വന്നതായിട്ട് കാണുന്നുണ്ട്. അവർ കാരണം നിങ്ങൾ കുറേ കരയുന്നതായിട്ടും കാണുന്നുണ്ട്. അതായത്
നിങ്ങൾ സ്നേഹിച്ച വ്യക്തിയിൽ നിന്നും ബ്ലാക്ക് മാജിക് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ. ഈ ഒരു സ്നേഹിച്ച വ്യക്തി, അതായത് നിങ്ങൾ സ്നേഹിച്ച വ്യക്തി ഒരു മീഡിയം മാത്രമാണ്. നിങ്ങൾക്ക് ആ ഒരു നെഗറ്റീവ് എനർജി പാസ് ചെയ്യേണ്ട. നിങ്ങളുടെ വ്യക്തിയെ ഉപയോഗിച്ച് നിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇവിടെ ആരോ ചെയ്തതായിട്ടാണ് ഇവിടെ കാണുന്നത്. അതായത് നിങ്ങളുടെ വ്യക്തിയുടെ കയ്യിൽ ഫുഡ് കൊടുത്തു വിടാം, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ലൈക്ക് എന്തെങ്കിലും ഒരു ക്ലോത്തോ, നിങ്ങൾ ഉപയോഗിക്കുന്ന നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് എന്തെങ്കിലും സാധനങ്ങൾ കഴിക്കാൻ തന്നിട്ടുണ്ടോ? സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഇന്ന വ്യക്തി തന്നതാണെന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും വസ്തു നിങ്ങൾക്ക് തന്നു, പക്ഷേ നിങ്ങൾ ആ തരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംശയം തോന്നിയിട്ടുണ്ടാവും. നിങ്ങളുടെ ഇൻഡ്യൂഷൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവും ഈ ഒരു വസ്തുവിന് എന്തോ ഒരു അസ്വാഭാവികതയുണ്ട്. അങ്ങനെ അത് നിങ്ങൾക്ക് തന്നെ അറിയാം. നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് പല സാധനങ്ങളും തന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലിരുന്ന് ആരോ പറയുന്നു അത് എന്തോ അപകടം പിടിച്ചാണ്, അത് നിങ്ങൾക്ക് നല്ലതല്ല. പക്ഷേ എന്നിരുന്നാൽ തന്നെ അത് നിങ്ങളുടെ വ്യക്തി തന്നതുകൊണ്ട് നിങ്ങളത് യൂസ് ചെയ്യുന്നു. അതിപ്പോഴും നിങ്ങളുടെ കൈവശമുണ്ട്. ഇവിടെ നിങ്ങളുടെ കയ്യിലിപ്പോൾ വാച്ച് നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് ഒരു പ്രസൻറ്റേഷനായിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും തന്നതാണെന്ന് പറഞ്ഞിട്ടോ എന്തെങ്കിലും ഒരു വാച്ച്, നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന വാച്ച് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ വാച്ച് നിങ്ങൾക്ക് കിട്ടിയതിന് ശേഷം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ടാവാം. നിങ്ങളുടെ വ്യക്തിയായിട്ട് നിങ്ങൾ ചിലപ്പോൾ നല്ല രീതിയിൽ വഴക്കുണ്ടായിട്ടുണ്ടാവാം. ഒന്ന് ആലോചിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നേരത്തെ ഇവിടെ ഓൾറെഡി പറഞ്ഞല്ലോ, നിങ്ങൾ നേരത്തെ സ്നേഹമായിട്ടിരുന്ന വ്യക്തികളുടെ അടുത്തെല്ലാം ഇപ്പോൾ നിങ്ങൾ വഴക്കായിട്ടിരിക്കുന്നതായിട്ടാണ്, ശത്രുവായിട്ട് മാറിയിട്ടായിട്ട് ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾ പണം കൊടുത്ത് നേരത്തെ നിങ്ങൾക്ക് പണം ഉണ്ടായിരുന്നു, പണം കൊടുത്ത് ഇങ്ങനെ നിങ്ങൾ സഹായിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ പണം കൊടുത്ത് സഹായിച്ച വ്യക്തികൾ ആരും നിങ്ങൾക്കത് തിരികെ തന്നിട്ടില്ലെന്നും ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്കെതിരെ ആരാണോ ബ്ലാക്ക് മാജിക് ചെയ്തത് അല്ലെങ്കിൽ ഈ ഒരു നെഗറ്റീവ് കാര്യങ്ങൾ ചെയ്തത് ഇപ്പോഴും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ പോകാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ സാമ്പത്തികം പോകാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് അസുഖങ്ങൾ വരാനായിട്ട്, ഒരുപക്ഷെ നിങ്ങൾ ചിലപ്പം വലിയ പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ട് എങ്ങനെയോ നിങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ടാവും. അതെല്ലാം ഈ ഒരു വ്യക്തി അതായത് ഈ ബ്ലാക്ക് മാജിക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, അവർ ഈ ഒരു നെഗറ്റീവ് എനർജി നിങ്ങളിലേക്ക് വിടുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയേറെ പ്രശ്നം പറ്റുന്നത്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പോൾ നിങ്ങൾക്ക് സംശയമാണുള്ളത് ഇന്ന വ്യക്തിയാണോ നിങ്ങൾക്ക് ബ്ലാക്ക് മാജിക് ചെയ്തത്. ഈ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്ക് ഒട്ടുമിക്ക ഒരു 80% ആൾക്കാർക്കും ഉണ്ടായിരുന്ന ആ സംശയം അവർക്ക് ക്ലിയർ ആവും. ആരാണ് നിങ്ങൾക്കെതിരെ ഈ ഒരു ബ്ലാക്ക് മാജിക് ചെയ്തത് അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇന്ന് തൊട്ട് നിങ്ങൾക്കത് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് തൊട്ട് നിങ്ങൾ എല്ലാത്തിനും ഒരു ശ്രദ്ധ വയ്ക്കുക. നിങ്ങൾ കഴിക്കുന്ന ഫുഡിനാവട്ടെ, നിങ്ങൾ ഉറങ്ങുമ്പോഴാവട്ടെ, പിന്നെ നിങ്ങൾ യൂസ് ചെയ്തിട്ടുള്ള കർച്ചീഫ്, നിങ്ങളുടെ തുണി, അതായത് ഉടുപ്പ്, അതൊന്നും നിങ്ങൾ ആരും അതായത് ഈ നെഗറ്റീവ് എനർജി, ഈ ബ്ലാക്ക് മാജിക് ചെയ്യുന്ന വ്യക്തികൾ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഉള്ള കാര്യമാണ് പറയുന്നത്. ഈ കർച്ചീഫ്, നിങ്ങൾ യൂസ് ചെയ്തിട്ടുള്ള തുണി, ഇതൊന്നും കഴുകാതെ നിങ്ങളുടെ വീട്ടിൽ ഇടാതിരിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വസ്തുക്കൾ ഉപയോഗിച്ച് നിങ്ങൾക്കെതിരെ നെഗറ്റീവ് എനർജി ബ്ലാക്ക് മാജിക് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ ഈ തലമുടിയൊക്കെ പണ്ടുള്ളവരെ ആൾക്കാർ പറയും, തലമുടിയൊക്കെ വീണ് കഴിഞ്ഞാൽ അത് കൊണ്ടുവന്നിട്ട് പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യണം. ഇതൊക്കെ റീസൺ ഇതാണ്. ഈ തലമുടി വീട്ടിൽ വീണ് കഴിഞ്ഞാൽ ദോഷമാണ് എന്നൊക്കെ പറയുന്നതിൻ്റെ റീസൺ ഇതാണ്. നിങ്ങൾക്കെതിരെ ആഭിചാരം ചെയ്യാൻ വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ തലമുടി, നിങ്ങൾ ഉപയോഗിച്ച വസ്ത്രങ്ങൾ, നിങ്ങളുടെ നഖങ്ങൾ. സ്ത്രീകളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്ത പീരിയഡ്സിന് യൂസ് ചെയ്ത നിങ്ങളുടെ തുണി, പാഡ്, ഇതൊക്കെ നിങ്ങൾ പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യുക. നിങ്ങളിപ്പോൾ നെഗറ്റീവ് എനർജി ഉള്ള ആളുകളാണ്, അതായത് നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ട് ഫുൾ നെഗറ്റീവ് എനർജി നിങ്ങൾ ക്യാരി ചെയ്യുന്നത്, നിങ്ങൾക്ക് ഭയങ്കര തലവേദന, പ്രോപ്പറായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല, അനാവശ്യമായിട്ട് എന്തൊക്കെയോ സൗണ്ട് കേൾക്കുന്നത്, നിങ്ങൾക്ക് മാത്രം സൗണ്ട് കേൾക്കാം, ബാക്കിയുള്ളവർക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയൊക്കെ നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളെ തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്നും കുറേയൊക്കെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും.
അതുകൊണ്ട് നിങ്ങൾ യൂസ് ചെയ്തിട്ടുള്ള ഇതുപോലുള്ള വസ്തുക്കൾ കുറേ കാര്യങ്ങൾ കാണും. എല്ലാം കൂടെ ഞാൻ പറയുന്നില്ല. നിങ്ങൾ എന്തൊക്കെയാണോ യൂസ് ചെയ്തത് അതൊക്കെ പ്രോപ്പറായിട്ട് വാഷ് ചെയ്തിട്ട് വെക്കുക. ഡിസ്പോസ് ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിൽ ഡിസ്പോസ് ചെയ്യുക. എവിടെയാണ് നിങ്ങൾ കൊണ്ടുവന്ന് ഡിസ്പോസ് ചെയ്യുന്നത് എന്ന് ആരെയും കാണിക്കാതെ ഇരിക്കുക. ഈ ഒരു വ്യക്തിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്, അതായത് നിങ്ങൾക്കെതിരെ ബ്ലാക്ക് മാജിക് ചെയ്യുന്ന വ്യക്തിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് എല്ലാവരെയും നിങ്ങളുടെ ശത്രുക്കളാക്കുക, എല്ലാവരുമായിട്ട് നിങ്ങൾ വഴക്കുണ്ടാക്കുക, നിങ്ങളുടെ ശാരീരികമായിട്ടും മാനസികമായിട്ടും നിങ്ങളെ തകർക്കുക, ലാസ്റ്റ് നിങ്ങൾക്കൊരു ഭ്രാന്ത് പിടിക്കുന്നൊരവസ്ഥയിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുക. നിങ്ങൾ ഒരുപാട് ദുസ്വപ്നം കാണുന്നുണ്ട്, ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ചില സിറ്റുവേഷനിൽ നിങ്ങൾ ശരിക്കും ട്രാപ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥ, നിങ്ങൾക്ക് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല. ഇതൊക്കെ ഈ ഒരു ബ്ലാക്ക് മാജിക്ക് കാരണമാണ്. നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണ് പറയുന്നത്, നിങ്ങളുടെ മനസ്സ് എന്താണ് പറയുന്നത്, അത് നിങ്ങൾ വിശ്വസിക്കണം. കാരണം ഈ ഒരു സന്ദർഭത്തിൽ നിങ്ങളെ ഗൈഡ് ചെയ്യാൻ നിങ്ങളുടെ മനസ്സ് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഏതെങ്കിലും വ്യക്തികളെ സംശയം തോന്നുകയാണ്, അല്ലെങ്കിൽ അവർ തരുന്ന വസ്തുക്കളിൽ എന്തെങ്കിലും ഒരു അപകട സൂചന നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതൊന്നും യൂസ് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ വീട്ടിൽ പോലും അത് കൊണ്ടുവരാതിരിക്കുക. ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ആരെങ്കിലും വന്നിട്ടുണ്ട് അല്ലെങ്കിൽ വന്നു പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇവരിൽ നിന്നാണ് നിങ്ങൾക്കൊരു നെഗറ്റീവ് എനർജി വന്നത് എന്നുണ്ടെങ്കിൽ അവർ വന്ന് പോയി കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ വീട്ടിൽ സാധാരണ രീതിയിലുണ്ടായിരുന്ന ഒരു മണമുണ്ടല്ലോ, ഒരു സ്മെല്ല്, ആ ഒരു സ്മെല്ലായിരിക്കത്തില്ല. നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിൽ നിങ്ങളുടേതല്ലാതെ പുറത്തുനിന്ന് ആരോ വന്നിരിക്കുന്ന ഒരു നെഗറ്റീവ് എനർജി, അതായത് പുറത്തുനിന്ന് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഒരു സ്മെല്ല് കാണും. അത് നല്ല സ്മെല്ലാവാം, ഒരു ബാഡ് സ്മെല്ലാവാം. പക്ഷേ ഈ നെഗറ്റീവ് എനർജി ഉള്ളവർ വന്നു കഴിയുമ്പോഴത്തേക്ക് വീട്ടിൽ നിങ്ങൾക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സ്മെല്ല് വരും. നിങ്ങൾക്ക് ആ സമയത്ത് തലവേദന എടുക്കും. നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും ഇറങ്ങിപ്പോയാൽ മതി എന്നുള്ളൊരു ചിന്ത വരും. നിങ്ങൾക്ക് ശ്വാസം മുട്ടുന്നൊരവസ്ഥ വരും. ഇതുപോലുള്ളൊരു സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഈയിടെ നേരിട്ടിട്ടുണ്ടാവാം. അതും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ വീടിൻ്റെ പരിസരത്ത് നിന്നോ നിങ്ങളുടെ വീടിനുള്ളിൽ നിന്നോ നിങ്ങൾ വെക്കാത്ത രീതിയിൽ, നിങ്ങൾ സൂക്ഷിക്കാത്ത രീതിയിൽ എന്തെങ്കിലും നാണയങ്ങൾ വല്ലതും കിട്ടുകയാണെങ്കിൽ അതൊന്ന് സൂക്ഷിക്കുക. നിങ്ങൾക്കിനി കുറച്ച് ഗൈഡൻസ് തരാം. അതായത് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞല്ലോ, കുറച്ച് ആൾക്കാരെ സൂക്ഷിക്കണം. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണോ നിങ്ങളോട് പറയുന്നത് അത് ശ്രദ്ധിക്കുക. അതനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്യുക ഓരോ കാര്യങ്ങൾ. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, നിങ്ങളെ ഒന്ന് നിയന്ത്രിക്കുക. ബ്ലാക്ക് മാജിക്ക് കുറേ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്ന ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ ബ്ലാക്ക് മാജിക്ക് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് നെഗറ്റീവ് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് ബ്ലാക്ക് മാജിക്ക് കാരണം. പക്ഷേ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്ത കൊണ്ടിട്ട് നിങ്ങളുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. കാരണം അതായത് ഇപ്പോൾ പറയത്തില്ലേ, അതായത് നിങ്ങൾ പോലും അറിയാത്ത ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു എന്നുള്ളത്, അതുപോലുള്ള ചില കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മൈൻഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക, പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് പറഞ്ഞുകൊണ്ടിരിക്കുക. വേറൊരു കാര്യം ഇവിടെ യൂണിവേഴ്സ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആവശ്യമില്ലാത്ത കാര്യത്തിൽ, ആരുടെയും കാര്യത്തിൽ അത് ഇടപെടാതിരിക്കുക. നിങ്ങൾ ആവശ്യമില്ലാതെ ഒരാളുടെ കാര്യത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ, അതിപ്പോൾ ഒരാളുടെ വിഷമം കേൾക്കുകയാണെങ്കിലോ, ഒരാൾക്കൊരു വലിയ പ്രോബ്ലം ഉണ്ട്, അത് സോൾവ് ചെയ്യാൻ നിങ്ങൾ മുന്നിട്ട് ഇറങ്ങുകയാണെങ്കിലോ, ആ ഒരു സന്ദർഭത്തിൽ നിങ്ങൾ ആവശ്യമില്ലാത്തൊരു ഒരു എനർജിയും കൂടാണ് ക്യാരി ചെയ്യുന്നത്. ആ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന നെഗറ്റീവ് എനർജിയും കൂടാണ് ക്യാരി ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിലേറെ പ്രശ്നങ്ങളുണ്ട്, ഓൾറെഡി നിങ്ങൾക്ക് ഒരുപാട് നെഗറ്റീവ് എനർജി ഉണ്ട്. ഈ നെഗറ്റീവ് എനർജി ഉണ്ട് എന്നുണ്ടെങ്കിൽ ബാക്കി എവിടെയൊക്കെ നെഗറ്റീവ് എനർജീസ് ഉണ്ടോ അതെല്ലാം ഈസിലി അട്രാക്റ്റഡ് ആവും. സോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആവട്ടെ, നിങ്ങളുടെ വീട്ടുകാരാവട്ടെ, നിങ്ങളൊന്ന് കുറച്ചൊന്ന് മാറി നിൽക്കുക. ആൾക്കാർ എന്ത് വിചാരിക്കും എന്നൊക്കെ ചിന്തിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് നിങ്ങളെ നോക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം ശ്രദ്ധിക്കണം എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളെ രക്ഷപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തേ സാധിക്കുകയുള്ളൂ. നിങ്ങൾ അടുത്ത ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ,
ആവശ്യമില്ലാതെ ആരെയും സഹായിക്കാതിരിക്കുക. സഹായിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആരെങ്കിലും വന്ന് ചോദിക്കുകയാണ്, കടം ചോദിക്കുകയാണ്. കടം ചോദിക്കുമ്പോൾ ഒന്നും കയ്യിൽ നിന്ന് കാശ് കൊടുക്കാതിരിക്കുക. കാരണം നിങ്ങളുടെ ഈ പൈസ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്വർണം ഇതൊക്കെ എന്ന് പറയുന്നത് പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ്. അപ്പുറത്തൊരാൾക്ക് നിങ്ങളുടെ പൈസ ഇല്ലാത്തതുകൊണ്ടാണല്ലോ നിങ്ങളുടെ അടുത്ത് വന്ന് കടം ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടല്ലോ, ഉള്ള പോസിറ്റീവ് എനർജിയും കൂടെ നിങ്ങൾ അപ്പുറത്തോട്ട് കൊടുക്കുകയാണ്. ഇൻ റിട്ടേണോ അയാളത് പ്രത്യേകിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന വ്യക്തികളാണ്, നിങ്ങളുടെ സുഹൃത്തുക്കളാണ്, റിലേറ്റീവ്സ് ആണ് എന്നുണ്ടെങ്കിൽ തിരിച്ച് റിട്ടേൺ നിങ്ങളുടെ കയ്യിലൊന്നും തരത്തില്ല. ലൈക്ക് വീടിൻ്റെ ആധാരമോ അല്ലെങ്കിൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്റോ സെക്യൂരിറ്റി ആയിട്ട് അവരൊന്നും തരുന്നില്ല. അപ്പം നിങ്ങൾക്കാണ് ഇവിടെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്ന പോസിറ്റീവ് എനർജി പോയി, അപ്പുറത്ത് നിന്ന ആളുടെ നെഗറ്റീവ് എനർജിയും കിട്ടി. ഈ ഒരു സന്ദർഭത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഉള്ള പൈസയും കൂടെ പിന്നെയും പോയിക്കൊണ്ടിരിക്കും. പോയിക്കൊണ്ടിരിക്കുമ്പോൾ പൈസ പോകുന്നത് മാത്രമല്ലാണ്ട് നിങ്ങൾ ഫിസിക്കലി വീക്കാവും. നിങ്ങൾ ഫിസിക്കലി വീക്കാകുമ്പോൾ സംഭവിക്കുന്നത് നിങ്ങൾക്ക് പല കാര്യങ്ങൾ, നിങ്ങൾക്ക് കുറേ ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആക്റ്റീവ് അല്ലാണ്ടാവും. അതായത് കരിയറിൽ നിങ്ങൾ ആക്റ്റീവ് ആയിരിക്കത്തില്ല. കരിയറിൽ ഒരുപാട് പ്രശ്നം ഉണ്ടാവും. ഫിനാൻഷ്യലി സ്റ്റക്കാവും. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കെയറിങ് കൊടുക്കാൻ സാധിക്കത്തില്ല, ഇൻവോൾവ് ചെയ്യാൻ സാധിക്കത്തില്ല. നമുക്കുണ്ടാവുന്ന കുറേ എനർജീസ് ഉണ്ട്. അത് പൈസ, വിലപിടിപ്പുള്ള വസ്തുക്കൾ, ഹാപ്പിനെസ്, ഇതൊക്കെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ഇൻ റിട്ടേൺ നമുക്കൊന്നും കിട്ടാതെ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, നമ്മളുടെ കയ്യിൽ നിന്ന് പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ നെഗറ്റീവ് എനർജി ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഇതൊന്ന് ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നിന്നാണോ ഈ ഒരു പ്രശ്നം വന്നത്, അതോ നിങ്ങളുടെ കരിയർ സംബന്ധമായിട്ടാണോ നെഗറ്റീവ് എനർജി വന്നത് എന്നൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ അത് പേഴ്സണൽ റീഡിംഗ് എടുക്കുക. പേഴ്സണൽ റീഡിങ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യേണ്ടത്, എന്ത് റിച്വലാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ബ്ലാക്ക് മാജിക്ക് നിങ്ങൾക്ക് ബാധിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ബ്ലാക്ക് മാജിക്ക് പൂർണ്ണമായിട്ട് മാറുന്ന, നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്ത് ഉപയോഗിച്ച് നിങ്ങളുടെ കാര്യം പറഞ്ഞ് തയ്യാറാക്കിയ ബ്രേസ്ലെറ്റ് തരുന്നുണ്ട്. അത് ഞാൻ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ അയച്ചു തരും. നിങ്ങൾക്ക് റിച്വൽസും പറഞ്ഞു തരും. നിങ്ങളുടെ ആ ഒരു നെഗറ്റീവ് എനർജീനെ പൂർണ്ണമായിട്ടും ദേഹത്തു നിന്നും നിങ്ങളുടെ അറ്റ്മോസ്ഫിയറിൽ നിന്നും ഒഴിപ്പിച്ച് കളഞ്ഞിട്ട് പോസിറ്റീവ് എനർജി ഇൻവൈറ്റ് ചെയ്യേണ്ട രീതി എല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരും. പേഴ്സണൽ റീഡിംഗ് എടുക്കാനായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കണം. എല്ലാവർക്കും ഞാൻ റിപ്ലൈ തരും. എല്ലാവരും സമാധാനമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് തന്നെ മനസ്സുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻസായിട്ടും രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു.